തട്ടകത്തെ കാർഷിക വൃത്തിക്ക് അനുമതി നൽകിയുള്ള തൃപ്രയാർ തേവരുടെ പൈനൂർ പാടത്തെ ചാലുകുത്തൽ ഭക്തി നിർഭരമായി. ആറാട്ടുപുഴ പൂരച്ചടങ്ങുകളിൽ അതിപ്രധാനമായ ചാലുകുത്തൽ ചടങ്ങിന് നൂറുകണക്കിന് ഭക്തരാണ് സാക്ഷിയായത്. കൊടും ചൂടെന്ന മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഇത്തവണ പതിവിലും നേരത്തെയായിരുന്നു ചാലുകുത്തൽ ചടങ്ങ് നടന്നത്. ഉഷപൂജയ്ക്ക് ശേഷം രാവിലെ 5:30യോടെ തൃപ്രയാർ തേവർ വെന്നിക്കൽ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി. ചികിത്സയിൽ കഴിയുന്നതിനാൽ ഇത്തവണ ദേവസ്വം ബലരാമന് പകരം ദേവസ്വം സീതാരാമൻ തേവരുടെ സ്വർണ്ണക്കോലം വഹിച്ചു. തൃപ്രയാർ അനിയന്മാരാർ നയിച്ച മേളം തേവരുടെ എഴുന്നള്ളിപ്പിന് അകമ്പടിയേകി. വെന്നിക്കൽ ക്ഷേത്രത്തിലെത്തിയ തേവരെ ഭക്തർ പറ നൽകി സ്വീകരിച്ചു. തുടർന്ന് കോതകുളം ആറാട്ടിനായി തേവർ എഴുന്നള്ളി. കോതകുളം ഒരു തവണ പ്രദക്ഷിണം ചെയ്ത തേവർ പൂജകൾക്ക് ശേഷം ഭക്തരെ സാക്ഷിയാക്കി ആറാട്ട് നടത്തി. തുടർന്ന് ഗ്രാമപ്രദക്ഷിണത്തിലെ പ്രധാന ചടങ്ങായ ചാലുകുത്തലിനായി തേവർ പൈനൂർ പാടത്തേക്ക് എഴുന്നള്ളി. നൂറുകണക്കിന് ഭക്തർ തേവരെ അനുഗമിച്ചു. രാവിലെ 7:30യോടെ തേവർ പൈനൂർ പാടത്തെത്തി. അവകാശികളായ കണ്ണൂത്ത് തറവാട്ടുകാരുടെ 1 സെന്റ് സ്ഥലത്താണ് ചാലുകുത്തൽ ചടങ്ങ് നടന്നത്. കണ്ണൂത്ത് തറവാട്ട് പ്രതിനിധി തേവർക്ക് ആദ്യ പറ സമർപ്പിച്ചു. തുടർന്ന് ശംഖുനാദം ഉയർന്നതോടെ തേവരുടെ സ്വർണ്ണക്കോലം വഹിച്ച ദേവസ്വം സീതാരാമൻ ചാലുകുത്തൽ ചടങ്ങിന് തയ്യാറായി. 3 പതിറ്റാണ്ട് കാലത്തോളം ചാലുകുത്തൽ ചടങ്ങിൽ പരിചയസമ്പന്നനായ ദേവസ്വം ബലരാമന്റെ അസാന്നിധ്യം ചടങ്ങിൽ ശ്രദ്ധിക്കപ്പെട്ടു. ശംഖുനാദം ഉയർന്നെങ്കിലും ദേവസ്വം സീതാരാമന് മണ്ണ് കുത്തിയെടുക്കാനായില്ല. തുടർന്ന് പ്രാർത്ഥനാപൂർവം എടുത്ത മണ്ണ് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തു. തേവരുടെ പ്രസാദമായി ലഭിച്ച മണ്ണ് കൃഷിയിടത്തിൽ വിതറിയാൽ കാർഷിക സമൃദ്ധി കൈവരുമെന്നാണ് വിശ്വാസം. TCV തൃപ്രയാർ.